ഗവൺമെൻറ് IT മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഗിരിജ. ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം ട്രേഡിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഇന്നത്തെ വീഡിയോ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡുകളിലെ സെക്കൻഡ് ഇയർ സിലബസിൽ വരുന്ന ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിൻ്റെ പാർട്ട് 2 ആപ്ലിക്കേഷൻസ് ഓഫ് ഓസിലോസ്കോപ്പാണ്. നമുക്ക് CROയുടെ ആപ്ലിക്കേഷൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. വേവ് ഫോം എക്സാമിൻ ചെയ്യാൻ സാധിക്കും, വോൾട്ടേജ് മെഷർ ചെയ്യാൻ സാധിക്കും, ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ സാധിക്കും, കമ്പോണൻസ് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ്? എക്സാമിനേഷൻ ഓഫ് വേവ് ഫോം, വോൾട്ടേജ് മെഷർമെൻറ്റ്, ഫ്രീക്വൻസി മെഷർമെൻറ്റ്, കമ്പോണൻറ്റ് ടെസ്റ്റിംഗ് എന്നിവയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഒരു CROയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സാമിനേഷൻ ഓഫ് വേവ് ഫോം എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു റെക്ടിഫയറിൻ്റെ കാര്യം എടുക്കാം. എങ്ങനെയാണ് റെക്ടിഫയറിൻ്റെ പ്രവർത്തനം വിലയിരുത്തുന്നത്? നമുക്കറിയാം, റെക്ടിഫയറിൻ്റെ ഇൻപുട്ട് AC വേവ് ഫോമും ഔട്ട്പുട്ട് പൾസേറ്റിംഗ് DCയും ആയിരിക്കുമെന്ന്. അതായത് നമ്മൾ ഇൻപുട്ട് എക്സാമിൻ ചെയ്യുമ്പോൾ CROയുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന വേവ് ഫോമിൽ നിന്നും, അതായത് പീക്ക് വോൾട്ടേജ്, പീക്ക് ടു പീക്ക് വോൾട്ടേജ്, ഫ്രീക്വൻസി എന്നിവ കണ്ടെത്താൻ സാധിക്കുന്നു. ഇതൊരു റെക്ടിഫയറാണ്. ഈ റെക്ടിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മളൊരു സൈൻ വേവ് കൊടുക്കുന്നു. അപ്പോൾ ഈ സൈൻ വേവിൻ്റെ പീക്ക് വോൾട്ടേജ് നമുക്ക് കാണാം. അതായത് ഈ സെൻറ്ററിൽ നിന്ന് മാക്സിമം വോൾട്ടേജ് പീക്ക് വോൾട്ടേജും അപ്പർ സൈഡിലെയും ലോവർ സൈഡിലെയും മാക്സിമം വോൾട്ടേജിൽ നിന്ന് പീക്ക് ടു പീക്ക് വോൾട്ടേജും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതേപോലെ ഇതിൻ്റെ ഒരു സൈക്കിളിൻ്റെ ലെങ്ത്ത് ഹൊറിസോണ്ടലി നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈക്കിളിൻ്റെ ടൈം കിട്ടും. ഈ ടൈമിൽ നിന്ന് നമുക്ക് ഫ്രീക്വൻസിയും കണക്കാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഔട്ട്പുട്ടിൽ നോക്കുകയാണെങ്കിൽ ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഈ രൂപത്തിലുള്ള പൾസ് കിട്ടുന്നു. ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഇതേപോലെയും കിട്ടുന്നു. ഓക്കെ. അതേപോലെ ഒരു ആംപ്ലിഫയർ ആണെങ്കിലോ, ഇൻപുട്ടും ഔട്ട്പുട്ടും സിഗ്നൽ അനലൈസ് ചെയ്തിട്ട് എത്രമാത്രം ആംപ്ലിഫിക്കേഷൻ ലഭ്യമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ ഔട്ട്പുട്ട് സിഗ്നൽസിന് എന്തെങ്കിലും ഡിസ്റ്റോർഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നും നമുക്ക് മനസ്സിലാക്കാം. ഒരു ആംപ്ലിഫയർ ആണെങ്കിൽ ഇതൊരു ആംപ്ലിഫയറാണ്. ആംപ്ലിഫയറിനകത്തേക്ക് നമ്മളൊരു വീക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇത് വർക്കിംഗ് ആണെങ്കിൽ ഇത് ആംപ്ലിഫൈഡ് ഫോമിലുള്ള ഔട്ട്പുട്ട് നമുക്ക് തരുന്നു. അപ്പോൾ ഇതിൽ ഇത്രയുള്ള ഒരു സിഗ്നൽ കൊടുത്തപ്പോൾ ഈ രൂപത്തിലുള്ള വലിയ സിഗ്നൽ നമുക്ക് ലഭ്യമാവുന്നു. അപ്പോൾ ഇങ്ങനെ TV, റേഡിയോ തുടങ്ങി എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സർവീസിങ്ങിലും അസംബ്ലിങ്ങിലും കൃത്യമായ പ്രവർത്തനം വിലയിരുത്തുന്നതിന് വേണ്ടി നമുക്ക് CRO ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഓസിലോസ്കോപ്പിൻ്റെ ഉപയോഗത്തോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സാധാരണ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ 2 തരത്തിൽ നമുക്ക് ലഭ്യമാണ്: അനലോഗ് എക്യുപ്മെൻറ്റ്സും ഡിജിറ്റൽ എക്യുപ്മെൻറ്റ്സും. ഉദാഹരണമായിട്ട് ഡിജിറ്റൽ മൾട്ടിമീറ്റർ, അനലോഗ് മൾട്ടിമീറ്റർ, അതേപോലെ CD പ്ലെയർ, കാസറ്റ് പ്ലെയർ. ഇപ്പോൾ ഈ CD പ്ലെയർ ഡിജിറ്റലും കാസറ്റ് പ്ലെയർ അനലോഗുമാണ്. ഇപ്പോൾ അനലോഗ് എക്യുപ്മെൻറ്റിൽ കണ്ടിന്യൂസ് വേരിയബിൾ വോൾട്ടേജാണ് ഉപയോഗിക്കുന്നത്. അതായത് അത് കൈകാര്യം ചെയ്യുന്ന സിഗ്നലുകൾ
കണ്ടിന്യൂസ് വേരിയബിൾ ആയിരിക്കും. അതായത് സൈൻ വേവ്, ഈ സൈൻ വേവ് കണ്ടിന്യൂസ് വേരിയബിൾ സിഗ്നലാണ്. ഇതാണെങ്കിലോ കണ്ടിന്യൂസ് വേരിയബിൾ അല്ല. ഇതിൽ താഴത്തെ പൊസിഷനും മുകളിൽ 2 പൊസിഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന് 0 എന്നും ഈ പൊസിഷൻ 0യും ഈ പൊസിഷനെ നമ്മൾ 1 എന്നും പറയും. അപ്പോൾ താഴെയൊക്കെ 0 ആണ്, മുകളിലൊക്കെ 1 ആണ്. എന്നാൽ ഇതിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലോ ഇതിങ്ങനെ വോൾട്ടേജ് കൂടുന്നു, വീണ്ടും 0യിലേക്ക് വരുന്നു, പിന്നെ നെഗറ്റീവിലോട്ട് പോകുന്നു, 0യിലേക്ക് വരുന്നു, അങ്ങനെ കണ്ടിന്യൂസ്ലി വേരിയബിളാണ്. ഓക്കെ, ഇതും കണ്ടിന്യൂസ് വേരിയബിളാണ്. ഇത് ട്രയാങ്കുലർ വേവ് ആണ്. ഇതാണെങ്കിൽ റെക്റ്റാങ്കുലർ വേവ് ആണ്. ഇതിലും നമുക്ക് 0യും 1ഉം മാത്രമേ ഉള്ളൂ, അപ്പോൾ ഡിജിറ്റലിന് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് സോ ടൂത്ത് വേവ് ആണ്. ഇത് കണ്ടിന്യൂസ്ലി വേരിയബിളാണ്. ഓക്കെ, അപ്പോൾ അനലോഗ് എക്യുപ്മെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്ന സിഗ്നൽസ് കണ്ടിന്യൂസ്ലി വേരിയബിളും, ഡിജിറ്റൽ എക്യുപ്മെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്ന സിഗ്നലുകൾ 0, 1 എന്ന് 2 കണ്ടീഷൻസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 ടൈപ്സ്. നമ്മൾ പറഞ്ഞു, അനലോഗ് ആൻഡ് ഡിജിറ്റൽ. അനലോഗ്, ഡിജിറ്റൽ എന്നിങ്ങനെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് 2 തരത്തിലുണ്ട്. അനലോഗ് എക്യുപ്മെൻറ്റ് വർക്ക് വിത്ത് കണ്ടിന്യൂസ്ലി വേരിയബിൾ വോൾട്ടേജ്. സൈൻ വേവ്, സോ ടൂത്ത് വേവ്, ട്രയാങ്കുലർ വേവ് പോലെയുള്ള കണ്ടിന്യൂസ് വേരിയബിൾ വോൾട്ടേജ് സിഗ്നലുകളായിട്ട് വരുന്ന സർക്യൂട്ടുകളാണ് അനലോഗ് എക്യുപ്മെൻറ്റ്. ഡിജിറ്റൽ എക്യുപ്മെൻറ്റ് വർക്ക് വിത്ത് ബൈനറി നമ്പേഴ്സ് 1 and 0s ദാറ്റ് മേ റെപ്രസെൻറ്റ് വോൾട്ടേജ് സാമ്പിൾസ്. അതായത് 1 ഉം 0 എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെ സാമ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അതായത് ഹൈ, ലോ എന്നിങ്ങനെ 2 പൊസിഷൻ മാത്രമുള്ള സിഗ്നലുകളെയാണ് ഡിജിറ്റൽ എക്യുപ്മെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്നത്. ഓസിലോസ്കോപ്സ് ഓൾസോ കം ഇൻ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ടൈപ്പ്. ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നതും ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആണ്. ഓസിലോസ്കോപ്പിലും അനലോഗ് ടൈപ്പുമുണ്ട്, ഡിജിറ്റൽ ടൈപ്പുമുണ്ട്. ഇതാണ് അനലോഗ് ഓസിലോസ്കോപ്പ്. നിങ്ങൾ റെക്ടിഫയർ ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിച്ചിരുന്ന ഓസിലോസ്കോപ്പാണ് അനലോഗ് ഓസിലോസ്കോപ്പ്. ഡിജിറ്റൽ ഓസിലോസ്കോപ്പാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് വെയ്റ്റ്ലെസ് ആണ്, കൈകാര്യം ചെയ്യാൻ ഈസിയാണ്. ഇനി നമുക്ക് അനലോഗ് ഓസിലോസ്കോപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. An analog oscilloscope works by directly applying a voltage being measured to vertical deflection plates. അതായത് നമ്മൾക്ക് മെഷർ ചെയ്യാനുള്ള സിഗ്നൽ നേരിട്ട് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്ക് നൽകുന്നു. ഈ പ്ലേറ്റുകളിൽ ലഭ്യമായിരിക്കുന്ന വോൾട്ടേജിന് പ്രൊപ്പോർഷണലായിട്ട് ഇലക്ട്രോൺ ബീമിനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് നടത്തിയിട്ട് അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യിക്കുമ്പോൾ സ്ക്രീനിൽ വേവ് ഫോമിൻ്റെ പിക്ചർ ഡിസ്പ്ലേ ആവുന്നു. ഓക്കെ, ദ വോൾട്ടേജ് deflects the electron beam up and down proportionally, tracing the waveform on the screen. This gives an immediate picture of the waveform. Okay, അപ്പോൾ നമുക്ക് മെഷർ ചെയ്യാനുള്ള സിഗ്നൽ ഒരു കൺവേർഷനും കൂടാതെ തന്നെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലെത്തിയിട്ട് ആ വോൾട്ടേജിന് പ്രൊപ്പോർഷണലായിട്ട് ഇലക്ട്രോൺ ബീമിനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് നടത്തുമ്പോഴാണ് നമുക്ക് വേവ് ഫോമിൻ്റെ പിക്ചർ ലഭ്യമാകുന്നത്. ഇനി എങ്ങനെയാണ് ഡിജിറ്റലിൽ നടക്കുന്നതെന്ന് നോക്കാം. എ ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് സാമ്പിൾസ് ദ വേവ് ഫോം ആൻഡ് യൂസസ് an analog to digital converter to convert the voltage being measured into digital information. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡിജിറ്റലിൽ സാമ്പിൾസ് ആണ്. 1 and 0 എന്ന് പറഞ്ഞാൽ സാമ്പിൾസ് ആയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, സാമ്പിൾ ആൻഡ് ഹോൾഡ് എന്നുള്ളൊരു സെക്ഷൻ ഉപയോഗിച്ച് അനലോഗ് സിഗ്നലിനെ സാമ്പിൾ ചെയ്തതിന് ശേഷം ഈ സിഗ്നൽസിനെ
ADC അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ ഉപയോഗിച്ച് ഡിജിറ്റൽ ഇൻഫർമേഷനാക്കി മാറ്റും. എങ്ങനെയാണ്? ഡിജിറ്റൽ ഓസിലോസ്കോപ്പിൽ വേവ് ഫോമിൻ്റെ സാമ്പിൾസിനെ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടറിൻ്റെ സഹായത്തോടു കൂടി ഡിജിറ്റൽ ഇൻഫർമേഷനാക്കി മാറ്റുന്നു. പിന്നീട് ഡിജിറ്റൽ ഇൻഫർമേഷനെ റീകൺസ്ട്രക്റ്റ് ചെയ്ത് സ്ക്രീനിൽ പിക്ചർ ഉണ്ടാക്കുന്നു. Then uses this digital information to reconstruct the waveform on the screen. അപ്പോൾ വേവ് ഫോം റീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ഡിജിറ്റൽ ഇൻഫർമേഷനെയാണ് എടുക്കുന്നത്. ആദ്യം എന്താ ചെയ്യുന്നത്? അനലോഗ് സിഗ്നൽസിനെ മെഷർ ചെയ്യാനുള്ള അനലോഗ് സിഗ്നൽസിൻ്റെ സാമ്പിൾസിനെ ADC ഉപയോഗിച്ച് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ ഉപയോഗിച്ച് ഡിജിറ്റൽ ഇൻഫർമേഷൻ ആക്കുകയും ഈ ഡിജിറ്റൽ ഇൻഫർമേഷൻ ഉപയോഗിച്ച് വേവ് ഫോമിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയും ആണ് ഡിജിറ്റൽ ഓസിലോസ്കോപ്പിൽ ചെയ്യുന്നത്. ഈ ഡിജിറ്റൽ ഓസിലോസ്കോപ്പിനെ DSO എന്ന് പറയുന്നുണ്ട്. കാരണം ഡിജിറ്റൽ ഇൻഫർമേഷൻ ആക്കുന്നത് കൊണ്ട് അതിന് ആ വേവ് ഫോംസ് സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റി കൂടി ഈ ഡിജിറ്റൽ ഓസിലോസ്കോപ്പിനുള്ളത് കൊണ്ട് DSO ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് എന്നുകൂടെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് DSOയുടെ ആപ്ലിക്കേഷൻസ് കൂടെ നോക്കാം. നമ്മൾ CROയുടെ ആപ്ലിക്കേഷൻ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വേവ് ഫോം എക്സാമിൻ ചെയ്യാം, വോൾട്ടേജ് മെഷർ ചെയ്യാം, ഫ്രീക്വൻസി മെഷർ ചെയ്യാം, കമ്പോണൻസ് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെയും അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഏതെല്ലാം മേഖലകളിലൊക്കെ നമ്മൾ DSO ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾക്ക് റഡാർ അറിയാലോ. ഈ റഡാർ എന്ത് ചെയ്യുന്നത്? റഡാർ ടാർഗറ്റ് ചെയ്യുന്ന വസ്തുക്കളുടെ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് DSO ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു റഡാർ എയിം ചെയ്യുന്ന അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്ന എയ്റോപ്ലെയിൻ ആവാം, ഷിപ്പാവാം, അതേപോലെ മറ്റെന്തെങ്കിലും ആവാം. അവയുടെയൊക്കെ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ലഭ്യമാക്കുന്നതിന് DSO ഉപയോഗിക്കുന്നുണ്ട്. The DSO is used to give the visual representation for a target of radar such as aeroplane, ship, etc. Faulty components ചെക്ക് ചെയ്യുന്നതിന് DSO ഉപയോഗിക്കാം. The DSO can be used to check the faulty components in various circuits. അതേപോലെ മെഡിക്കൽ ഫീൽഡിലും DSOയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. CRO ഉപയോഗിച്ച് നമുക്ക് AC-യുടെയും DC-യുടെയും വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്യാൻ സാധിക്കും. The DSO can be used to measure AC as well as DC voltages and current. TVക്കകത്തുള്ള ഡിഫറെൻറ്റ് സർക്യൂട്ടുകളിലെ വ്യത്യസ്തമായ സർക്യൂട്ടുകളുടെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ DSO ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു അനലൈസ് TV വേവ് ഫോംസ്. TVയിലാണെങ്കിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. സൗണ്ട് സെക്ഷൻ ഉണ്ട്, വീഡിയോ സെക്ഷൻ ഉണ്ട്, വെർട്ടിക്കൽ സെക്ഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ സെക്ഷൻ ഉണ്ട്, പവർ സപ്ലൈ ഉണ്ട്. അങ്ങനെ നിരവധി സെക്ഷനുകളിൽ തന്നെ ഓരോ സെക്ഷനിലും തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള വേവ് ഫോംസ് ആണ് ഉണ്ടാവുക. പിക്ചർ IF ഉണ്ട്, സൗണ്ട് IF ഉണ്ട്, ഓഡിയോ സിഗ്നൽ ഉണ്ട്, വീഡിയോ സിഗ്നൽ ഉണ്ട്, RF സിഗ്നൽ ഉണ്ട്. അങ്ങനെ നിരവധി. അതുപോലെ വെർട്ടിക്കൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഉണ്ട്, ഹൊറിസോണ്ടൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വ്യത്യസ്ത തരങ്ങളായ ഒരുപാട് സിഗ്നൽസ് TVയിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ DSO സഹായിക്കുന്നു. അതേപോലെ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ പാറ്റേൺസ് ഒബ്സർവ് ചെയ്യുന്നതിനും DSO ഉപയോഗിക്കുന്നു. സാധാരണ നമുക്ക് TVയിൽ സിഗ്നൽ കിട്ടണമെങ്കിൽ ഒരു TV ട്രാൻസ്മിറ്റർ ഉണ്ടാവും. ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയിൽ നിന്നും പുറപ്പെടുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേവിൻ്റെ പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ DSO ഉപയോഗിക്കുന്നുണ്ട്.
The digital storage oscilloscope is used to observe the radiation pattern generated by the transmitting antenna. DSO നമ്മൾ പറഞ്ഞു നേരത്തെ സിഗ്നൽസ് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നു, അതായത് സേവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കമ്പാരിസണിന് പറ്റുന്നുണ്ട്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന പോലെയാണോ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്ന് കമ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതേപോലെ മറ്റ് പ്രോസസ്സുകൾ നടത്തുന്നതിനും സാധിക്കും. The DSO used to save signals so that it can be compared or processed. സിഗ്നൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് ഇതിന് സിഗ്നലുകളെ കമ്പയർ ചെയ്യുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനും സാധിക്കുന്നു. DSO ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ഒക്കെ മെഷർ ചെയ്യാൻ സാധിക്കുന്നു. DSO can be used to measure the inductance, capacitor, etc. DSO ഉപയോഗിച്ചിട്ട് ഫ്രീക്വൻസി കാണാം, ടൈം പീരീഡ് കാണാം, സിഗ്നലുകൾ തമ്മിലുള്ള ടൈം ഇൻ്റർവെൽ മനസ്സിലാക്കാം. ഇതേപോലെ ഡയോഡിൻ്റെയും ട്രാൻസിസ്റ്ററിൻ്റെയും VI ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കുന്നതിനും ഒബ്സർവ് ചെയ്യുന്നതിനും DSO ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞു? CROയുടെ ആപ്ലിക്കേഷൻ പറഞ്ഞു, DSOയുടെ ആപ്ലിക്കേഷൻ പറഞ്ഞു, ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ സാധാരണ അവൈലബിൾ ആകുന്നത് പോലെ തന്നെ അതായത് അനലോഗ് CROയും ഉണ്ട്, ഡിജിറ്റൽ CROയും ഉണ്ടെന്ന് പറഞ്ഞു. വളരെ കൂടുതലായിട്ട് ഡിജിറ്റൽ CRO ഉപയോഗിക്കുന്നുണ്ട്. ഡിജിറ്റൽ CROയിൽ സിഗ്നൽസ് സേവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് പിന്നീട് സിഗ്നൽ പ്രോസസ്സ് ചെയ്യാനും കമ്പയർ ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. CRO ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും DSOയ്ക്കും ചെയ്യാൻ സാധിക്കും. അപ്പോൾ DSO ഉപയോഗിക്കുന്ന വിവിധ മേഖലകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.